പുസ്തകം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾക്കിടയിൽ 1921-നും 1945-നും ഇടയിലുള്ള 24 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 10 വർഷത്തോളമാണ് നെഹ്റു എന്ന നേതാവിനെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിൽ അടച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ അടച്ചിരുന്നത് എന്നത് ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഘട്ടത്തിൽ കത്തുകളിലൂടെയാണ് അദ്ദേഹം മകളോട് ആശയവിനിമയം നടത്തിയിരുന്നത്. 1928 തന്റെ അച്ഛനിൽ നിന്നും ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ച 31 കത്തുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ലോകത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും തന്റെ ഏക മകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് കത്തുകൾ എഴുതിയിരുന്നത്. ഒരു പക്ഷേ എന്നെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമായിരിക്കാം ഇത്. വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കുക. Good morning everyone. Today we celebrate a day and happiness Children's Day. In today dedicate each and every child with wishes. November മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻതിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായ കൊണ്ടാടുന്നൊരു പൊൻതിനം. ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ഭാരതനാടിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി വരുവാനത്തൊരു റോസാപ്പൂ ചേർത്തി വരുന്നൊരു ചാച്ചാതി. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയുടുപ്പും തൊപ്പിയുമായി വരുവാനത്തൊരു റോസാപ്പൂ ചേർത്തി വരുന്നൊരു ചാച്ചാതി. നന്ദി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൾ ചാച്ചാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇത് ശിശുദിനം ആഘോഷിക്കുന്നത്. ജയ് ഹിന്ദ്. We are the stars in the sky. We are the best in the garden. We are the stars in the sky. We are the children, take on the shine. We are the children, take on the shine. Happy children.
കുട്ടികളെ വളരെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് അദ്ദേഹത്തിന് വിളിച്ചിരുന്നത്. കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ആരംഭിക്കുകയാണ്. everywhere for you and